ഹലോ ഗെയ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചിസ് വേൾഡ്. ഇന്ന് ഞാനൊരു ഡെയിലി വ്ളോഗായിട്ടാട്ടോ വന്നിട്ടുള്ളത്. എൻ്റെ അനിയത്തി വന്ന ദിവസത്തെ ഒരു ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടാട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിട്ടുള്ളൊരു കുഞ്ഞു വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ടുള്ള ചെറിയൊരു ഡെയിലി വ്ളോഗാണ്. അതുപോലെ ഇന്ന് ഉമ്മയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. അതുപോലെ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കാം കേട്ടോ. ഇന്ന് ദോശയും മുട്ടക്കറി ആയിരുന്നു. അപ്പോൾ അതിലോട്ടുള്ള മുട്ടക്കറിയാണ് ഇപ്പോൾ അടുപ്പത്തിരിക്കുന്നത്. അതുപോലെ ഉച്ചക്കുള്ള മീൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കട്ടോ അപ്പുറത്ത്. അപ്പോൾ ദോശയൊക്കെ ചുട്ടിടൽ കഴിഞ്ഞു. അനിയത്തി മുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ടൈമിൽ തന്നെ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീയൊക്കെ ഒന്ന് കത്തിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അനിയത്തി ചായക്കടിക്കുള്ള കാര്യങ്ങൾ അവിടെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ചൂടാൻ വേണ്ടിയിട്ട് അവിടെ അടുപ്പത്ത് പാത്രത്തിൽ വെള്ളമാക്കി വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ ഞാൻ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തിരിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ തുണികളൊക്കെ അലക്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തോട്ട് ഇടണം. അപ്പോൾ അതിന് തുണികളൊക്കെ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഇതിലോട്ട് പിഴിഞ്ഞിടുക കേട്ടോ. അപ്പോൾ തുണികളൊക്കെ അലക്കിയിട്ടിട്ട് വിരിച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചക്കുള്ള കാര്യങ്ങൾ നോക്കണം. ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബാക്കിൽ ഷീറ്റ് ഇറക്കുന്നുണ്ട് കേട്ടോ. തിരുമണേൻ്റെ അവിടെ ഷീറ്റ് ഇറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അടിച്ചുവാരലും തുടക്കലൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനുള്ള പണിയിലാണ്. അപ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ തന്നെ ആദ്യം വൃത്തിയാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. കുട്ടികളൊക്കെ എഴുന്നേറ്റിട്ട് അങ്ങനെ ഇട്ടിട്ട് പോയതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നേരെ വിരിച്ചിടണം. അതിനിടയിൽ ഞാൻ മുരിങ്ങക്കായും പരിപ്പും പൊടികളൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറിൽ. അപ്പോൾ അതവിടെ അടുപ്പത്ത് വേവുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ബെഡ്ഷീറ്റൊക്കെ 2 റൂമെത്തി ഒന്ന് വൃത്തിയാക്കി ഇടണം. അങ്ങനെ റൂമുകളിൽ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് അടിച്ച് വാരിയിട്ട് വേണം കേട്ടോ തുടക്കാനൊക്കെ. അപ്പോൾ അതിൻ്റെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനിയത്തി അതുപോലെ കിച്ചണിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അതുപോലെ കുട്ടികളെയും കൊണ്ട് പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ ഉമ്മ. അപ്പോൾ അങ്ങനെ ഓരോരോ പണികൾ ഓരോരുത്തരായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിച്ചവരിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചക്കുള്ള ബീട്രൂട്ട് തോരൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി പോയതാണ്, അല്ലെങ്കിൽ അടി പിടിക്കുമല്ലോ. അതുപോലെ മുരിങ്ങക്കായും പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലോട്ട് തേങ്ങയുടെ അരപ്പ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ കറിയിലോട്ട് തേങ്ങ അരപ്പൊക്കെ ഒഴിച്ചിട്ടൊന്ന് താളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായും പരിപ്പും കറി ഇവിടെ ആയിട്ടുണ്ട്. അതുപോലെ മീൻ ഫ്രൈ ചെയ്തതും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് തോരനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ ചോറും കറികളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ആയ ശേഷം പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു. അതുപോലെ തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ എല്ലാ പണികളും കഴിഞ്ഞു. അപ്പോൾ ഞാനും അനിയത്തി ഒരുമിച്ചിട്ടാണ് ഫുഡ് കഴിക്കാറുള്ളത്. കുട്ടികൾക്ക് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഉമ്മാക്ക് ഫുഡ് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉമ്മാക്ക് പിന്നെ മരുന്നും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഉമ്മ നേരത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അനിയത്തിയൊക്കെ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫുഡ് കഴിക്കുക കേട്ടോ. അപ്പോൾ പണിക്കാർ വന്നിട്ടില്ല. അവർ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച ശേഷം കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അവർ കുറച്ച് പണിയുള്ളൂ, അതുകൊണ്ട് അവർ ഉച്ചയ്ക്ക് ശേഷം വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോറ് കഴിക്കുന്ന ടൈമിലോട്ട് അവർ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെ കുട്ടികളൊക്കെ ഉറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഉമ്മാക്ക് ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ പണിക്കാർക്കും ചായയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുകളിൽ തുണികൾ എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. പോയപ്പോൾ ഷീറ്റ് പണി ഇത് എത്രത്തോളം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരൊരു 7 മണി 8 മണി വരെ പണിതിട്ടുണ്ടായിരുന്നു. അവർ ഉച്ചയ്ക്ക് ശേഷമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ലേറ്റായിട്ടാണ് അവർ പോയിട്ടുണ്ടായിരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ചായയുടെയൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ പോയിരുന്നു. കുട്ടികളെ കളിക്കാനൊക്കെ വിട്ടിട്ട് ഞങ്ങളവിടെ പുറത്തിരുന്നിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. ഞാനും ഉമ്മയും അനിയത്തിയൊക്കെ പാടെ. അത് കഴിഞ്ഞൊരു 5:30 മണിയൊക്കെ ആയപ്പോൾ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഉമ്മാനെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ രാവിലെ വന്നതാട്ടോ. ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ വന്നതാണ്. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട്, അനിയത്തിയും കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഉമ്മ വന്നതാണ്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒരു 5 മണി 5:30 ആയപ്പോൾ പിന്നെ ഉമ്മ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പണിക്കാർ അതുപോലെ 7 മണിയൊക്കെ ആയപ്പോൾ പണിക്കാരും പണിയൊക്കെ മാറ്റി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്ര തന്നെ ഉള്ളൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.